സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒടുക്കത്തെ പണി. കാരണം കുറേ നേരം ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ വച്ചിരിക്കണം. ഇരുന്നിരുന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ബിക്കോസ് ഈ ഒരു വീഡിയോ നമ്മുടെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് റൂട്ടീൻ യൂസിങ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ണിൽ പോയി കാണാൻ. അതിനകത്തൊരു അടിപൊളി മുടിയെ വേഗം തഴച്ച് കട്ടിയിൽ വളർത്താനായിട്ടുള്ളൊരു പൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ അതിന് ശേഷമായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പോകണം. ഓൾറെഡി 2 to 3 hours ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ തലയിൽ വച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഹിയർ ഈസ് മൈ ചപ്പളി ലുക്ക്. ബൈ ദ വേ, ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത് ഫുൾ ടാർഗറ്റ് ചെയ്യണത് തന്നെ ചകിരി, ചൂല്, വരണ്ട്, ഫ്രിസി, ഡ്രൈ ആ കാറ്റഗറി പെടുന്ന ഹെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിക്കോസ് അതിനോട് ടാർഗറ്റ് ചെയ്യണ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യണം. അതിലൊന്നാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാംപൂ. കാരണം മുടി ഇങ്ങനെ എന്താ പറയുക പൊട്ടി വരണ്ട് അങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ ഡ്രൈ ഔട്ട് ആക്കില്ല. ചില ഷാംപൂസ് ഉണ്ടാവുമല്ലോ, അത് ക്ലീൻ ചെയ്യും, പക്ഷേ മുടിയെ ഡ്രൈ ഔട്ട് ആക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഹെയർ സ്ട്രാൻഡ്സ് ഇല്ലേ അതിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യും. സ്പോൺസർഡ് അല്ല കേട്ടോ, ഒന്നുമേ ഞാൻ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണ്. സോ ഇതെൻ്റെ ഫസ്റ്റ് വാഷ് ആയിട്ടാണ് ഈ ഒരു ഷാംപൂ ഞാൻ യൂസ് ചെയ്യണത്. സോ കുറച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ആദ്യം ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ലെങ്ത്തിലേക്കും കൊണ്ടുപോകണം. കാരണം ലെങ്ത്തിലും അതുപോലെയാണ് ഓയിലിംഗ് നമ്മൾ ചെയ്തിരുന്നത്. സോ നന്നായിട്ട് ഞാൻ ആദ്യം എക്സ്ട്രാ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഇല്ലേ അതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. ഇനി എൻ്റെ സെക്കൻഡ് വാഷിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യണതാണ് ഈ ഒരു പിൽഗ്രിമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. നോർമലി ഉള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഒക്കെ നമുക്കറിയാം എത്രമാത്രം ഡ്രൈ ഔട്ട് ആക്കണം എന്നുള്ളത്. സോ ഈ ഒരു ഷാംപൂ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. യെസ്, ഇത് തീരാറായി ബ്രോ, ഇത് തീരാറായി. ആക്ച്വലി എൻ്റെ അടുത്ത് വേറെ ഒരെണ്ണം ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഇനി അതും കൂടെ തീർന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇത് തന്നെ മേടിക്കുള്ളൂ. ഇതെനിക്ക് അത്രയ്ക്ക് വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. കാരണം ഞാൻ കുറേ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് കണ്ടിട്ടുണ്ട് ആൻഡ് നന്നായിട്ട് വർക്കാവും, പക്ഷെ മുടിയെ അങ്ങറ്റം കട്ടപ്പുകയാക്കിയിട്ടാണ് തിരിച്ച് തരണത്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു ഷാംപൂ അങ്ങനെയല്ല. ഡാൻഡ്രഫിനെ ഫസ്റ്റ് വാഷിൽ തന്നെ വിസിബിളി 90% തന്നെ റിഡ്യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം മുടിയെ നല്ലോണം എന്താ പറയുക മോയ്സ്ചറൈസ് ചെയ്യും, ഡ്രൈ ഔട്ട് ആക്കൂല. അതാണ് ഉദ്ദേശിച്ചത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെയർ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്നായിട്ട് ലെങ്ത്ത് ഉണ്ടാവും, പക്ഷെ ആ എന്താ പറയുക ഹെയർ സ്ട്രാൻഡ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കണ്ടേ, നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ. സോ യെസ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷാമ്പൂ ഞാൻ യൂസ് ചെയ്യണത്. ബിക്കോസ് എനിക്ക് സ്കാൽപ്പ് കുറച്ചിങ്ങനെ ഇച്ചി അല്ല, ആക്ച്വലി കുറച്ച് ബിൽഡപ്പ് ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഹെന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഓയിൽ എത്ര വാഷ് ചെയ്താലും കുറച്ച് സ്കാൽപ്പും പിടിച്ചിരിക്കും. അതുകൊണ്ട് ആ ഒരു ബിൽഡപ്പ് മാറാനായിട്ടാണ് ഞാൻ ഈ ഒരു ഷാമ്പൂ ഇപ്പോൾ സെക്കൻഡ് വാഷ് ആയിട്ട് യൂസ് ചെയ്തത്. ആൻഡ് അതിനെയും നല്ലോണം ഞാൻ സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്തു ആൻഡ് ലെങ്ത്തിലേക്കും ഇങ്ങനെ കൊണ്ടുപോയി. ലെങ്ത്തിലേക്ക് വാഷ് ചെയ്യണ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഫുൾ വാഷ് ചെയ്ത്. ഇവിടെ ഞാനില്ലേ ടോവൽ നല്ലോണം എന്താ പറയുക തോർത്തണ രീതിയിലല്ല ഡ്രൈ ചെയ്യണം, ജസ്റ്റ് റാപ്പ് ചെയ്ത് വെക്കണുള്ളൂ, ജസ്റ്റ് ഫോർ 2 to 3 minutes. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടോവൽ ഡ്രൈ ഡാംപ് ഹെയർ എനിക്ക് വേണം ഇവിടെ. ബിക്കോസ് ഞാനിവിടെ ഈ ഒരു ലോറിയലുടെ ആബ്സല്യൂട്ട് റിപ്പയർ ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. ഓ മൈ ഗോഡ് ഗൈസ്, ഞാനൊരു ടീനേജ് സമയത്ത് റിമെമ്പർ ഞാൻ എൻ്റെ ചേച്ചിയും കൊണ്ട് പാർലറിൽ പോയ സമയത്ത് അവിടുത്തെ പാർലറിലെ ചേച്ചിയില്ലേ എൻ്റെ ചേച്ചിക്ക് റെക്കമെൻഡ് ചെയ്തതായിരുന്നു ഈ ഒരു ഹെയർ മാസ്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, നോർമൽ ഒരു ടബ് പാക്കേജിങ് ആയിരുന്നു. ബട്ട് ഓ ഗോഡ്, ടു മൈ സർപ്രൈസ് അന്നത്തെ അതേ എഫക്റ്റാണ് ഇത്. കാരണം അന്ന് ഞാനില്ലേ ചേച്ചിയെ കട്ടൊരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. ആൻഡ് ഇത് രീതി തന്നെ ഇതിനെ യൂസ് ചെയ്യണം ഇങ്ങനെയാട്ടാ. ടോവൽ ഡ്രൈഡ് ആയിട്ടുള്ള ഡാംപ് ഹെയർ ആയിരിക്കണം. അതും വേണം നമ്മൾ ലെങ്ത് ടു എന്താ പറയുക എൻഡ്സ് വരെ അപ്ലൈ ചെയ്യണം. സ്കാൽപ്പിൻ്റെ അറൗണ്ട് ഒന്നുമേ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 3 to 5 minutes വയ്ക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 minutes വരെ വയ്ക്കാം. അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ആക്ച്വലി അത്ര ആവശ്യം വരില്ല. ബിക്കോസ് ഇത് ഇത്രയും കൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണതാണ്. ഓക്കെ, എന്നിട്ട് നല്ലോണം വാഷ് ചെയ്യുമ്പോൾ ലുക്ക് ആ ഒരു നോക്കിയ മുടി ഒരുമാതിരി ഫെദർ ടച്ച് പോലെ ഇരിക്കണം കണ്ട. യെസ്, അതുപോലെ ആയിട്ടിരിക്കും കൂട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ എക്സ്ട്രാ വാട്ടറിനെ സ്ക്വീസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ യെസ് ടോവൽ നന്നായിട്ട് ഡ്രൈ ചെയ്യണം. ഇത്തവണ ശരിക്കും ഞാൻ ഡ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ സ്കാൽപ്പൊക്കെ നല്ലോണം തോർത്തൂല്ലേ നമ്മൾ. അത് തോർത്തതിന് ശേഷം എക്സ്ട്രാ വാട്ടർ ഞാൻ എന്താ പറയുക ലെങ്ത്തിൽ നിന്നും നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ ടോവലിനെ ഞാൻ റാപ്പ് ചെയ്യണം. ഇതും കൊണ്ട് തന്നെ എൻ്റെ തണ്ടൽ എൻ്റെ ബാക്ക് കട്ടപ്പോകയായിട്ടുണ്ട്. നീണ്ടു നിവർന്ന് നിന്നപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസമായി. ഞാൻ ചൂടിൻ്റെ കാര്യം പറയാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ അത്യാവശ്യം എന്താ പറയുക ഹെയർ മുള്ള വെള്ളമില്ലേ കുറേയൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. സോ യെസ്, ആൻഡ് മുടി ഈ ഒരു പോയിന്റിൽ തന്നെ ഗൈസ് ആക്ച്വലി ആ ഒരു ഹെയർ മാസ്ക് കാരണം സ്മെല്ല് എന്ത് നല്ല സ്മെല്ലാണ്. എൻ്റെ അത് കൂടുതൽ നേരം നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരെ ഒന്നും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഉണ്ടാവും. നമുക്ക് സ്വയമായിട്ട് ആ ഒരു സ്മെല്ലുണ്ടാവും, ബാക്കിയുള്ളവർക്ക് പിന്നെയും വന്നിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാട്ടാ. ഓക്കെ, അപ്പോൾ ആ ഒരു നനവ് അവസ്ഥയിൽ തന്നെ ഞാൻ എപ്പോഴും ഈ ഒരു
ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു എന്താ പറയുക റോസ് മാരിയുടെ ഹെയർ ടോണിക് അപ്ലൈ ചെയ്ത് കൊടുക്കും സ്കാൽപ്പിലേക്ക്. കാരണം എന്താ പറയുക, ഓൾറെഡി സ്കാൽപ്പ് നനഞ്ഞ അവസ്ഥയിലാണല്ലോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരുമിച്ച് അങ്ങോട്ട് ഉണങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പോൾ ഒരു 1.5 മാസമായി ഞാനിത് യൂസ് ചെയ്യണു. പൊള്ളിയാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്യായിരുന്നു, എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും ഇതിനെ യൂസ് ചെയ്യേണ്ടത്. ഇതിനെ ഉണ്ടാക്കണ ഒരു ഫുൾ എന്താ പറയുക മെത്തേഡ് എല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ പോസ്റ്റ് ഹെയർ വാഷ് റൂട്ടീൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ടോണിക് ആണ്. ബട്ട് അമേസിംഗ് ആയിട്ട് മുടിയെ വളർത്തും. വല്ല സ്കാൽപ്പും ബാൾ സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പതുക്കെ മുടി വന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എന്താ പറയുക ഈ ഒരു മൊറോക്കൻ ആർഗൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് വളരെ ഡീപ്പ് മോയ്സ്ചറൈസിങ് യെറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഓയിലി ഗ്രീസി ആക്കൂല, എന്നാൽ മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലത്തെ ഒരു ഓയിൽ. ഇത് ഞാൻ ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നോർമലി എനിക്ക് ഹോഹോബ ഓയിൽ തന്നെയാണ് ഇഷ്ടം. ഇത് പിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു മാത്രം. ഓക്കെ, അപ്പോൾ ലെങ്ത്തിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ നോർമലി എയർ ഡ്രൈ ആക്കാൻ കൊടുക്കുക. ഒന്നുമേ ബ്ലോ ഡ്രയറോ ഒന്നുമേ യൂസ് ചെയ്തിട്ടില്ല. നോർമലി വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ മുടി നാച്ചുറലിയേ ഇങ്ങനെയാണ്, വേവി ആയിട്ടുള്ള ഹെയർ ആണ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കണ്ടോ. ഞാൻ നോക്കി ഒന്ന് ഗൈസ്, എനിക്ക് മുടി തൊട്ടോണ്ടിരിക്കാൻ എന്ത് ഇഷ്ടപ്പെടായിരുന്നു പറയുമ്പോൾ എത്ര സോഫ്റ്റ് ഫീലിംഗ് ആയിരുന്നു. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റൂട്ടീൻ എന്തായാലും ട്രൈ ചെയ്യാം. കാരണം ശരിക്കും അപ്രൂവ്ഡ് ആണ്. ആൻഡ് എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. നോക്കിയേ. യെസ്, അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം പ്രൊഡക്ട്സ് ഇല്ലേ ഇവിടെ ടാഗ് ചെയ്തേക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം നിൽക്കാം. ശരി, ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ. ബൈ ദ ബൈ, ഞാൻ നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ ഫുൾ പ്ലേലിസ്റ്റ് ഇതേ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസ് കാണാം. വേഗം നന്നായിട്ട് കട്ടി തഴച്ച് വളരുന്ന മുടി അങ്ങോട്ട് വളർത്തിയെടുക്കാം.